അപ്പോൾ ഇന്നലെ നമ്മൾ ജൂഡോക്ക തലാവിൻ്റെ അടുത്തുള്ള ഒരു ക്യാമ്പ് സൈറ്റിലാണ് സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് നമ്മുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്ന് ചെറിയ ട്രക്ക് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ട്രക്ക് ചെയ്യാനുള്ളൂ. നമ്മൾ പൊതുവേ എല്ലാ ട്രക്കേഴ്സിനും എസ്പെഷ്യലി ബിഗിനേഴ്സ് ആയിട്ടുള്ള ട്രക്കേഴ്സിനോട് എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ട്രക്ക് തുടങ്ങുന്നതിൻ്റെ മുന്നേയും അതുപോലെ തന്നെ ട്രക്ക് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നന്നായിരിക്കും. നമ്മളെ ട്രക്ക് ഒന്നും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. Slowly left. Slowly left. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടുന്ന് പോകുന്ന ഫസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് പോർഷനിൽ സ്ലിപ്പർ ഇടുന്നത്. അപ്പോൾ വളരെ കെയർ ചെയ്ത് പോവുക, ബോഡിയെ ബാലൻസ് ചെയ്ത് പോവുക. പിന്നെ അവിടെ ഒരു ലേക്ക് ഉണ്ട്, ഫ്രോസൺ ലേക്കാണ്, അത് ചാദറാണ്, അടിയിൽ വെള്ളമായിരിക്കും. ഓക്കെ, ഈ സാധനം പൊട്ടിക്കഴിഞ്ഞാൽ നേരെ അതിൻ്റെ അടിയിലേക്ക് പോവുക. കേടായി കഴിഞ്ഞാൽ ഈ സ്റ്റിക്കിൽ 2 കൈ കൊടുക്കുക, ബോഡി കുറച്ച് ഫ്രണ്ടിലേക്ക് വെയിറ്റ് ഇടുക. എന്നിട്ട് ഒരു 10 സെക്കൻഡ് എന്നിട്ട് ഈ നിർത്തി നിൽക്കുക, ഹോൾഡ് ചെയ്യുക, ഇത് മൂവ് ക്ലോസ് ചെയ്യുക, നോസ്ട്രി കൂടെ. ഓക്കെ, ദെൻ യു കണ്ടിന്യൂ. ഓക്കെ, അങ്ങനെ ക്യാമ്പ് സൈറ്റിൽ നിന്ന് ഒരു ഏകദേശം ഒരു 700 മീറ്റർ ട്രക്ക് ചെയ്ത് നമ്മുടെ ജൂഡോക്ക തലാവിൻ്റെ അവിടെ എത്തി. അതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് ഡീലായിട്ട് പറയുന്നില്ല. അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ട്രക്ക് വീണ്ടും ജൂഡോയുടെ അവിടുന്ന് കണ്ടിന്യൂ ചെയ്തു. നമ്മുടെ ജൂഡോക്ക തലാവിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 600-700 മീറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്നോ ലൈന് സ്റ്റാർട്ടാവുകയാണ്. ഇവിടുന്നാണ് ശരിക്കും കേദാർകാന്ത ട്രക്കിൻ്റെ ഒരു ത്രില്ല് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വിൻ്റർ ട്രക്കിൻ്റെ എല്ലാ രൂപഭാവങ്ങളും നമുക്ക് ഇവിടെ നിന്ന് അനുഭവിച്ച് തുടങ്ങാൻ വേണ്ടി സാധിക്കും. ബ്ലാക്ക് ഐസ് में पैर रखते हैं ना, थोड़ा ध्यान रखना. ബ്ലാക്ക് ഐസിൽ കാല് വെക്കുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ബാക്കി ആരാം സെ ചലത്തെ രഹോ, പതുക്കെ പതുക്കെ കയറിയോ. പാവാ, ഗുഡ്, ശബാഷ്. സോറി, സാംഗ്രിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് കവറേജ് നഷ്ടമാവും. അപ്പോൾ അതിനുശേഷം അത് ഈ ഒരു പോയിന്റിൽ ഒരു ജിയോൻ്റെ മാത്രം ഒരു കട്ട കിട്ടുന്നുണ്ട്. ഇൻ്റർനെറ്റൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ കൂടി നമുക്ക് വീട്ടിലോട്ട് ഫോൺ ചെയ്യാനോ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. ബേസ് ക്യാമ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്നിവിടെ സ്റ്റേ ആണ്. ഏകദേശം ഒരു 10,100 അടിയിലാണ് ഇപ്പോൾ ഈ സൈറ്റ് നിൽക്കുന്നത്. നാളെ രാവിലെ ഏർലി മോർണിംഗ് 2 മണിക്കാണ് നമ്മുടെ അടുത്ത സബ്മിറ്റിനുള്ള ട്രക്ക് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം ഇരുന്ന് കഥകളും ഒക്കെ പറഞ്ഞ് അങ്ങനെ എൻജോയ് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ശേഷം എല്ലാവരും ഉറങ്ങാൻ വേണ്ടി പോയി. ഇനി നാളെ സബ്മിറ്റ് ക്യാമ്പിൻ്റെ കഥ നാളെ പറയാം. ആൻഡമാൻ പോണ കഥ പറഞ്ഞത്. അപ്പം ഞാൻ എങ്ങനെ പോവാന്ന് വെച്ചാൽ ചെന്നൈയിൽ നിന്ന് ട്രെയിനിൽ നിന്ന് പറഞ്ഞു.